F4 ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മന്നവനൂരിനടുത്തുള്ള റിസോർട്ട് മന്നവനൂർ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. നല്ല മനോഹരമായ ഒരു ക്ലിഫിൽ നിർമ്മിച്ചേക്കുന്ന റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ക്ലിഫിൽ നിർമ്മിച്ചേക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല വ്യൂസാണ്. നമുക്ക് മന്നവനൂർ ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ ഈ റിസോർട്ടിൽ നിന്നാലേ കാണാനായിട്ട് സാധിക്കും. അപ്പം വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചേക്കുന്ന റിസോർട്ടാണ്. മഡ് ഹൗസുകളും അതുപോലെ തന്നെ വുഡ് ഹൗസുകളുമാണ് ഇവിടെ ഉള്ളത്. 2 ടൈപ്പ് ഓഫ് റൂംസാണുള്ളത്. അപ്പം ഈ റൂമുകളെല്ലാം തന്നെ തട്ടായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഈ കാണുന്നത് മന്നവനൂർ എന്ന് പറയുന്ന ഗ്രാമമാണ് നമ്മളാ കാണുന്നത്. മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ടാണ് കാഴ്ച അല്പം കുറഞ്ഞിരിക്കുന്നത്. നല്ല മനോഹരമായ വ്യൂസാണ് ഇവിടെ നിന്നാൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഈ മന്നവനൂരിലേക്ക് വരുന്ന വഴിക്ക് ഷീപ്പ് ഫാമിൻ്റെയൊക്കെ അവിടെ എത്തിക്കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്കൊരു റോഡ് കാണാം. നമ്മൾ കിലാനവയിൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന റോഡാണ്. ആ റോഡേ നേരെ ഇങ്ങ് വരുമ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്, ഒരു 4-5 കിലോമീറ്റർ വരണം. റോഡ് സൈഡിൽ തന്നെയാണ് റിസോർട്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്ത് താഴത്തേക്ക് തട്ടായിട്ടാണ് റൂംസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. റൂംസ് എല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് വുഡ് കൊണ്ട് നിർമ്മിച്ചതും മഡ് ഹൗസുമാണ്. ഇത് 2 ടൈപ്പ് റൂംസാണുള്ളത്. അപ്പം റൂംസിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റൂംസിനകത്തും നല്ല മനോഹരമായിട്ടുള്ള വ്യൂസ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമുക്ക് ഓരോ റൂംസ് കണ്ടു നോക്കാം. ഇത് മഡ് ഹൗസിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം മഡ് കൊണ്ട് നിർമ്മിച്ചതാണ്. നമ്മളകത്തേക്ക് കയറുക. അപ്പം ഒരു ബേസിക് ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷറി റിസോർട്ടിൻ്റെ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുറച്ച് ബേസിക് ഫെസിലിറ്റീസാണ്. ബാത്റൂമുണ്ട്. ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ്. ഇത് വുഡ് ഹൗസാണ്. ആ വുഡ് ഹൗസിൻ്റെ വ്യൂ നിങ്ങളൊന്ന് നോക്കുക. കിഡിലൻ വ്യൂ ആണ്. നമ്മൾ വലിയൊരു ഗ്ലാസ് ചെയ്തേക്കുക. ഗ്ലാസ്സിൽ കൂടി നല്ല കിഡിലൻ വ്യൂസാണ് കാണുന്നത്. നമ്മൾ രാത്രിയിൽ ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. രാത്രിയിൽ ചപ്പാത്തിയും ചിക്കനുമായിരുന്നു ഒരു ഫുഡ് ഉണ്ടാക്കി തന്നത്. ഈ തണുപ്പത്ത് നമ്മൾ ഈ മന്നവനൂർ ഗ്രാമത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് ഫുഡ് കഴിക്കുന്ന ഒരു വല്ലാത്ത വൈബാണ്. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇത് റെസ്റ്റോറൻ്റായിട്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പോട്ടില്ല. നമുക്ക് റൂമിൽ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പുറത്ത് ചെറിയ സ്പോട്ടുകളുണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. രാവിലെ ഞങ്ങൾ ഇതുപോലെ ആ റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിൽ, റെസ്റ്റോറൻ്റ് അല്ല, അവരുടെ കിച്ചൺ പാർട്ടിൻ്റെ വെളിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ്. നല്ല കോടമഞ്ഞിങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പം ഇതൊരു എന്താ പറയുക, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വൈബുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു റിസോർട്ടാണെന്ന് ഞാൻ പറയും. കാര്യം ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ബെയർ മിനിമം ഫെസിലിറ്റീസാണ് അവിടെ ഉള്ളത്. പക്ഷേ വ്യൂസും മറ്റ് കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡിലൻ റിസോർട്ടാണ് ഈ റിസോർട്ട് മന്നവനൂർ എന്ന് പറയുന്നത്. വ്യൂസ് വന്ന് സൂപ്പറാണ്. നല്ല കിഡിലൻ വ്യൂസാണ്. നമുക്ക് മന്നവനൂർ ഗ്രാമം ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ഫെസിലിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് ഇത് മഡ് ഹൗസാണ്. നമ്മൾ താമസിച്ചത് ഒരു വുഡ് ഹൗസ് ആയിരുന്നു. ഒരു വുഡ് ഹൗസ് നമുക്ക് ഇവിടെ പുറകെ കാണാം. ഫെസിലിറ്റീസ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ബേസിക് ഫെസിലിറ്റീസേ ഉള്ളൂ. എന്നുവെച്ചാൽ വലിയ കാര്യമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു ഹോട്ട് വാട്ടറിൻ്റെ ഫെസിലിറ്റി ഇപ്പം ഇല്ല, കൊണ്ടുവരുമെന്നാണ് പക്ഷേ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂംസൊക്കെ ആണെങ്കിലും ഒത്തിരി നമുക്കൊരു നീറ്റ് ആൻഡ് ക്ലീൻ എന്നൊന്നും പറയാൻ തക്ക ഒരു സെറ്റപ്പില്ല. അപ്പം ഒരു വിത്ത് ഫാമിലി വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്ര ഒരു പ്രിഫറബിൾ അല്ല. ചെറുടിയൊക്കെ നല്ല നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്ര പ്രിഫറബിൾ അല്ല. പക്ഷേ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല കിഡിലൻ വ്യൂ ആണ്. നമുക്ക് മഞ്ഞൊക്കെ ഉണ്ടാകണ്ട, ഫുള്ള് കോടമഞ്ഞാണ്. കുറേ നിങ്ങൾക്ക് കാണാം. ഇത്രയും എനിക്ക് തോന്നുന്നു മനോഹരമായിട്ടുള്ള വ്യൂസുള്ള റിസോർട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ റേറ്റ് വന്നിട്ട് ഇവർ ഈ മഡ് ഹൗസിന് 2,900 പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വുഡ് ഹൗസ് ആണെങ്കിൽ നമ്മുടെ താമസ ടൈപ്പ് ആണെങ്കിൽ പക്ഷേ ഒരു 4-5 പേർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാം. ഇതിന് 4,000 രൂപയായിരുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്നായിരുന്നു. അതെല്ലാം കൂടി ചേർത്ത് അവർ 960 വന്നു. അപ്പോൾ അങ്ങനെ 960 മൊത്തം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ റിസോർട്ട് മന്നവനൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്റ്റേ. അപ്പം എന്തായാലും വരുവാണെന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ്. നല്ല വ്യൂസും കാര്യങ്ങളും എല്ലാം ആസ്വദിച്ച് സൂപ്പറായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. മന്നവനൂർ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ മന്നവനൂരിൽ നിന്ന് ഇങ്ങോട്ടൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലേക്ക് പോകുന്ന റൂട്ടിലാണ് റിസോർട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.